നമസ്കാരം. ഉപഭോക്താക്കൾക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായി അറിയാമോ? മിക്കവർക്കും അറിയില്ല എന്നുള്ളതായിരിക്കും ഉത്തരം. ആ അവകാശങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം. ആരാണ് ഉപഭോക്താവ്? എന്തെങ്കിലും സാധനം പണം കൊടുത്തോ പണം കൊടുക്കാമെന്ന വ്യവസ്ഥയിലോ തവണകളായി പണം കൊടുത്തുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും കൺസ്യൂമർ അഥവാ ഉപഭോക്താവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപഭോക്താക്കളാണ്. പക്ഷേ ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമ്മുടെ അവകാശങ്ങളെപ്പറ്റി ബോധവാന്മാരല്ലാത്തത് കൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യുന്നതിന് കാരണമാകുന്നു. എന്തൊക്കെയാണ് ഒരു ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ? എങ്ങനെ അത് നേടിയെടുക്കാം? ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു കോടതി വിധി നമുക്ക് വിശദമായൊന്നും നോക്കാം. എറണാകുളം കലൂർ സ്വദേശിയായ അഭിഭാഷകൻ അബ്ദുൾ റസാഖ്, അദ്ദേഹം 2013 62,000 രൂപയ്ക്ക് സോണി കമ്പനിയുടെ ഒരു ടെലിവിഷൻ സെറ്റ് വാങ്ങി. 6 വർഷത്തിനു ശേഷം ഈ TV പ്രവർത്തിക്കാതെയായി. റിപ്പയർ ചെയ്യുന്നതിനായി സർവീസ് സെന്ററിനെ സമീപിച്ചപ്പോൾ വാറന്റി കാലാവധി കഴിഞ്ഞതിനാൽ ഫ്രീ സർവീസ് നൽകാൻ കഴിയില്ല എന്നായിരുന്നു മറുപടി. മാത്രമല്ല TVയുടെ സ്പെയർ പാർട്സുകൾ നിലവിൽ വിപണിയിൽ ലഭ്യമല്ലെന്നും മറുപടി കിട്ടി. TV റിപ്പയർ ചെയ്ത് നൽകാതിരിക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് വാർത്തകളും ലോക ക്രിക്കറ്റ് മത്സരങ്ങളും കാണാൻ കഴിഞ്ഞില്ലെന്ന് കാണിച്ച് അഭിഭാഷകൻ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിച്ചു. കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നും, അല്ലേ? പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ അവകാശം അവിടെ ലംഘിക്കപ്പെട്ടു. വാങ്ങിയ ഉൽപ്പന്നം റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാനുള്ള ഉപഭോക്താവിൻ്റെ റൈറ്റ് ടു റിപ്പയർ എന്ന അവകാശത്തിൻ്റെ ലംഘനമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉൽപ്പന്ന നിർമ്മാണം നിർത്തിയാലും സ്പെയർ പാർട്സുകൾ ലഭ്യമാക്കേണ്ടത് നിർമ്മാതാക്കളുടെ ഉത്തരവാദിത്വമാണെന്ന് വിധിച്ചു. TV നിർമ്മാതാക്കളായ സോണി ഇന്ത്യ 43,400 രൂപയും സർവീസ് സെന്ററുമായി ചേർന്ന് 30,000 രൂപ നഷ്ടപരിഹാരവും 10,000 രൂപ കോടതി ചെലവും 45 ദിവസത്തിനകം പരാതിക്കാരന് നൽകാൻ എതിർകക്ഷികൾക്ക് കോടതി നിർദ്ദേശവും നൽകി. ഒരു ടെലിവിഷൻ സെറ്റ് കേടായതിന്റെ പേരിൽ ഇത്ര വലിയ തുക നഷ്ടപരിഹാരം ലഭിക്കുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടാകാം. ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം പരാതിക്കാരൻ ഒരു അഭിഭാഷകനാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് സാധാരണക്കാരേക്കാൾ ബോധവാനായിരിക്കും. എന്നാൽ സാധാരണക്കാരായ ഏതൊരാൾക്കും ഉപഭോക്തൃ കോടതിയെ സമീപിക്കാം. അതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്ഥാപിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സാമൂഹിക നിയമനിർമ്മാണമാണ്. ഉപഭോക്താക്കൾക്ക് അവരുടെ പരാതികൾ കുറഞ്ഞ ചെലവിൽ തീർപ്പാക്കാനും വേഗത്തിലുള്ള പരിഹാരം ഉറപ്പാക്കാനും സഹായകമായ നിയമമാണിത്. ജില്ലകൾ തോറും ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികളുണ്ട്. കൂടാതെ സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനെയും ദേശീയ കമ്മീഷനെയും സമീപിക്കുകയും ചെയ്യാം. പ്രധാനമായും 5 കാര്യങ്ങൾക്കായി കൺസ്യൂമർ കോടതിയെ സമീപിക്കാം. 1. തെറ്റായ വാഗ്ദാനങ്ങളോ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളോ നൽകിയ ശേഷം വാഗ്ദാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ. 2. ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരമില്ലെങ്കിൽ. 3. വാറന്റി ഗ്യാരണ്ടി കാലയളവിൽ ആ സേവനം നൽകാതിരുന്നാൽ. 4. നിയമപ്രകാരം നിശ്ചയിച്ചതിൽ അധികം തുക ഈടാക്കിയാൽ. 5. ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ പരസ്യം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്താൽ. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ മറ്റൊന്നും നോക്കണ്ട, നേരെ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാം. ഉൽപ്പന്നത്തിന്റെ വിലയ്ക്ക് അനുസൃതമായ തുകയായിരിക്കും കോർട്ട് ഫീ ആയി അടയ്ക്കേണ്ടത്. വാങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വില 5 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയാണെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെയാണ് സമീപിക്കേണ്ടത്. 50 ലക്ഷം മുതൽ 2 കോടി വരെയാണ് ഉൽപ്പന്നങ്ങളുടെ വിലയെങ്കിൽ സംസ്ഥാന കൺസ്യൂമർ കമ്മീഷനെ സമീപിക്കണം. ദേശീയ കമ്മീഷന് 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള കേസുകൾ കേൾക്കാനുള്ള അധികാര പരിധിയാണുള്ളത്. ഉൽപ്പന്നത്തിന് കാര്യമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയാൽ 2 വർഷത്തിനുള്ളിൽ പരാതിപ്പെടണം എന്നാണ് വ്യവസ്ഥ. കോടതിയെ നേരിട്ട് സമീപിക്കുന്നതിനായി വെള്ള പേപ്പറിലാണ് പരാതി നൽകേണ്ടത്. ഏറ്റവും മുകളിലായി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 സെക്ഷൻ 35 പ്രകാരം നൽകുന്ന അപേക്ഷ എന്ന് സൂചിപ്പിക്കണം. പരാതിക്കാരുടെയും എതിർകക്ഷിയുടെയും പൂർണ്ണമായ മേൽവിലാസം എഴുതിയതിനു ശേഷം പരാതിയുടെ വിശദാംശങ്ങൾ വ്യക്തമായി എഴുതണം. അതോടൊപ്പം ആവശ്യമായ ബില്ലടക്കമുള്ള രേഖകളും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും നൽകണം. പരാതിക്ക് അടിസ്ഥാനമായ കാരണങ്ങളും ഗ്യാരണ്ടിയും വാറന്റിയും അടക്കമുള്ള വിശദാംശങ്ങളും ഉണ്ടാകണം. എന്ത് പരിഹാരമാണ് ആവശ്യമെന്നും നഷ്ടപരിഹാരമായി ലഭിക്കേണ്ട തുക സംബന്ധിച്ചുള്ള വിവരങ്ങളും രേഖപ്പെടുത്തണം. പരാതിക്കാരൻ്റെ ഒപ്പും പേരും തീയതിയും രേഖപ്പെടുത്തിയ ശേഷം അപേക്ഷയോടൊപ്പം സത്യവാങ്മൂലവും നൽകണം. ഇതൊന്നും കൂടാതെ ഓൺലൈനായും വളരെ എളുപ്പത്തിൽ eDakil.nic.in എന്ന വെബ്സൈറ്റ് വഴിയും നമുക്ക് കൺസ്യൂമർ കോടതിയുടെ സേവനങ്ങൾ ലഭ്യമാകും. നീതി നിഷേധിക്കപ്പെടുന്നത് ഒരു മുട്ടുസൂചി വാങ്ങുന്ന ഉപഭോക്താവിനാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ സംവിധാനമുണ്ട്. നീതിന്യായ കോടതികൾ കാണാനുള്ളതല്ല, നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അവസരം കൂടിയാണ്. ഇത് പൊതുജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം.